നമസ്കാരം. ഞാനിന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ അഭ്യംഗം എന്ന ചികിത്സയെ പറ്റിയിട്ടാണ്. അഭ്യംഗം എന്നാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നതാണ് അഭ്യംഗം. ഇതെന്തിനാണ് നാം അഭ്യംഗം ചെയ്യുന്നത്? പണ്ട് കാലത്തൊക്കെ ആളുകൾക്ക് ജീവിതത്തെപ്പറ്റി നല്ല ധാരണയുണ്ടായിരുന്നു. ഓരോ ഋതുക്കൾ മാറുമ്പോഴും ഓരോ ദിവസങ്ങൾ മാറുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുള്ളൊരു അറിവുണ്ടായിരുന്നു. അന്നൊക്കെ തണുപ്പ് കാലത്തും ചൂടുകാലത്തും അതുപോലെ മഞ്ഞുകാലത്തുമൊക്കെ എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ, എന്ത് കാര്യങ്ങളൊക്കെ കഴിക്കാം, ഭക്ഷണത്തിൽ നാം എന്തൊക്കെ കഴിക്കാം, എന്ത് കഴിച്ചുകൂടാ എന്നൊരറിവുണ്ടായിരുന്നു. ചില ഋതുക്കളിൽ ചില ആഹാരങ്ങൾ നമുക്ക് ചേരില്ല. അതുപോലെ ചില ഋതുക്കളിൽ നമ്മൾ ചിലത് കഴിക്കണം. ഈ അറിവുള്ളവരായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യം വളരെ നല്ലതായിരുന്നു. പക്ഷേ ഇന്ന് ഈ തിരക്ക് പിടിച്ച ഈ ഒരു സമയത്ത് ഈ അറിവുകളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരുപക്ഷെ അതൊക്കെ പറഞ്ഞു തരാൻ ആരുമില്ലാത്ത ഒരു സ്ഥിതി കൊണ്ടായിരിക്കാം. എന്നിരുന്നാലും ഇന്ന് നമ്മുടെ ആഹാര സംസ്കാരത്തിലും നമ്മുടെ ജീവിത സംസ്കാരത്തിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ആഹാരത്തിൽ, നാം കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നാം കഴിക്കുന്നുണ്ട്. വേണ്ടത് നമ്മൾ കഴിക്കുന്നുമില്ല. പ്രത്യേകിച്ച് നമ്മിത് മനസ്സിലാക്കേണ്ടത് കൊഴുപ്പിൻ്റെ കാര്യത്തിലെടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് അപൂരിത കൊഴുപ്പുകളാണ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്. നമുക്ക് ആവശ്യമില്ലാത്തതാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് അല്ലെങ്കിൽ പൂരിത കൊഴുപ്പ്. അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗമുണ്ട്. ഇതൊക്കെ കൃത്രിമമായി ഉണ്ടാക്കുന്നതും എണ്ണകളൊക്കെ പല സമയത്ത് പല രീതിയിൽ ചൂടാക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇതുമൂലം എന്താണ് സംഭവിക്കുന്നത്? നാം കഴിക്കുന്ന നമുക്ക് ചേരാത്ത ആഹാരങ്ങളെല്ലാം രക്തത്തിൽ കലർന്നിട്ട് അത് ത്വക്കിനടിയിലും അതുപോലെ രക്തക്കുഴലിലുമൊക്കെ അടിഞ്ഞുകൂടുന്നു. ഇതൊട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നു. ഹൃദയാഘാതം, സ്ട്രോക്ക്, അതുപോലെ തന്നെ പൊണ്ണത്തടി, മറ്റ് ഒരുപാട് രോഗങ്ങൾ ഇതുമൂലം നമുക്കുണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ ആഹാര സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആഹാരത്തിലുള്ള അറിവ് കുറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അഭ്യംഗം എന്നത് നിത്യം ആചരേത് എന്നാണ് പറയുക. അഭ്യംഗം നിത്യം ആചരേത്, അതായത് എല്ലാ ദിവസവും അഭ്യംഗം എണ്ണ തേച്ച് കുളിക്കണമെന്നാണ് ആയുർവേദ വിധിയിൽ പറയുന്നത്. പക്ഷേ രോഗമുള്ളവർ എല്ലാ ദിവസവും കുളിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, യുക്തമായ ഏതെങ്കിലും തൈലം, ധന്വന്തരം കുഴമ്പോ സഹചരാതി കുഴമ്പോ പോലെയുള്ള തൈലങ്ങൾ, വേണമെങ്കിൽ നല്ലെണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ചെറു ചൂടാക്കിയിട്ട് ശരീരത്തിൽ തേച്ച് നമ്മൾ തന്നെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ നിന്ന് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഇതിൻ്റെ വിധി. ഇത് ചികിത്സയായും നമുക്ക് ചെയ്യാം. അതായത് ആശുപത്രികളിൽ നല്ല
എക്സ്പെർട്ടായിട്ടുള്ള ഇതിൻ്റെ ചികിത്സാ പരിചയമുള്ള തെറാപ്പിസ്റ്റുകൾ വേണ്ട രീതിയിൽ അത് വിധിപ്രകാരം നമ്മുടെ ശരീരത്തിൽ എണ്ണ തേച്ച് വിയർപ്പിച്ച് കുളിപ്പിക്കുന്ന ഒരു രീതിയാണത്. ആ ചികിത്സ നമ്മളെ സംബന്ധിച്ച് സാധാരണ 3 ദിവസം, 7 ദിവസം, 14 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ചെയ്യാം, ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ജീവിത സംസ്കാരത്തിൽ നാം എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിൽ രോഗികളാണ് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും, നമുക്ക് മറ്റുള്ള പല രോഗങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നാമൊക്കെ ചികിത്സാ രീതിയിൽ തന്നെ അഭ്യംഗം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുപോലെ സാധാരണ ഒരു മാസത്തിൽ ഒരു 3 ദിവസമോ, അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ ഒരിക്കൽ ഒരു 3 ദിവസമോ, അല്ലെങ്കിൽ ഒരു 6 മാസത്തിൽ ഒരിക്കൽ 3 ദിവസമോ ഒക്കെ നമുക്ക് ഈ തരം ചികിത്സകൾ ചെയ്യാവുന്നതാണ്. കൂടാതെ ആശുപത്രികളിൽ ഈ തരത്തിലുള്ള അഭ്യംഗങ്ങൾ ചെയ്യുകയും അതുപോലെ വീടുകളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നാം എണ്ണ തേച്ചിട്ട് അരമണിക്കൂർ ഇരുന്ന് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നാം കുളിക്കുക. നമ്മുടെ ആരോഗ്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് കാത്തു സൂക്ഷിക്കാൻ അഭ്യംഗം വലിയൊരു മാർഗമാണ്. അതുപോലെ അഭ്യംഗം ചെയ്യുന്നതിലൂടെ നമ്മുടെ തൊലിക്ക് അടിയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പുകൾ മാറുകയും നമ്മുടെ ശരീരത്തിൻ്റെയും മുഖത്തിൻ്റെയും മൊത്തത്തിലും ഉള്ള സൗന്ദര്യം വർദ്ധിക്കാനും അഭ്യംഗം നല്ലതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ശരിയായ രീതിയിൽ നമ്മൾ അഭ്യംഗം ചെയ്താൽ നമ്മുടെ ആയുസ്സും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും അഭ്യംഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാകണം. പിന്നെ വർഷകാലത്തിൽ നമുക്ക് അടുപ്പിച്ച് വേണമെങ്കിൽ 7 ദിവസമോ 14 ദിവസമോ മഴക്കാലമാകുമ്പോൾ തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പായി നാം ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചിരിക്കണം. തീർച്ചയായും അഭ്യംഗം നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് നിർത്തേണ്ട ഒരു ചികിത്സാവിധിയാണ്.